ഇത്രയും കാലം നമ്മൾ പ്രതിരോധിച്ച RSSൻ്റെ ആശയങ്ങൾ ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ പോകാനിട്ട് നരേന്ദ്രമോദി നേരിട്ട് വന്ന സംഭവത്തിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് മതിയായ സഹായം കേരളത്തിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തെ സഹായിക്കുന്ന ഒരു സർക്കാരല്ല കേന്ദ്രത്തിലിരിക്കുന്നത്. മറ്റൊന്ന്, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം പണം കിട്ടുക എന്നുള്ളതല്ല. കാരണം ഈ അവസാന നാളുകളിൽ പണം കിട്ടിയാൽ ചിലവഴിക്കാനുള്ള സമയം പോലും ഇല്ല. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ PM ശ്രീ പദ്ധതി ഘടകകക്ഷികളുടെ പോലും എതിർപ്പിനെ തൃണവൽഗണിച്ചുകൊണ്ടാണ്. എന്തായിരിക്കും ഇത്, എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും എതിർത്തിട്ട് പോലും CPIയുടെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒറ്റുകൊടുത്തത്. ഇത്രയും കാലം നമ്മൾ പ്രതിരോധിച്ച RSSൻ്റെ ആശയങ്ങൾ ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ പോവാണ്. അത് RSS മാതൃകയാക്കുന്നത് ഹിറ്റ്ലറെയാണ്. ഹിറ്റ്ലറുടെ ഒരു നിലപാട് ക്യാച്ച് ദം യങ്. കുട്ടിക്കാലത്തെ അവരെ ആ നിലയിൽ മാനസികമായി പരിവർത്തിപ്പിച്ചാൽ അവർ വലുതാകുമ്പോൾ കൃത്യമായ RSSൻ്റെ കേഡറുകളാക്കി മാറ്റാൻ സാധിക്കും എന്ന ഹിറ്റ്ലർ പണ്ട് ജർമ്മനിയിൽ നടപ്പിലാക്കിയ അതേ ആശയം കേരളത്തിലൂടെ പാഠ്യപദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അതിനവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ കേരളം പോലെയുള്ളൊരു സ്റ്റേറ്റിൽ അതിന് സാധിക്കുമെന്ന് നമ്മളാരും കരുതിയിരുന്നില്ല. എന്തായിരിക്കും ഇങ്ങനെ ഒരു ഒപ്പിടാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം? നമുക്കറിയാമല്ലോ, കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ ഒരു നിലപാട് ഒരു കാലത്തും സ്വീകരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദി എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ മടിയുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ BJP ഇതര മുഖ്യമന്ത്രിമാരെ പല കേസിലും ഉൾപ്പെടുത്തിയിട്ടും ജയിലിൽ അടച്ചിട്ട് പോലും ഒരു മിനിറ്റ് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി നിരവധി ആരോപണങ്ങളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിട്ട് പോലും തയ്യാറായിട്ടില്ല. ഒരുപാട് പണം കിട്ടും എന്നതാണ് കാരണമായിട്ട് പറയുന്ന ഒരു കാര്യം. വലിയ ഫണ്ടാണ്, അതുകൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് ഒപ്പുവെക്കാതിരുന്നാൽ. അപ്പോൾ ഈ പണം കിട്ടൽ മാത്രമാണോ ഇതിൻ്റെ ഒരു താല്പര്യം? അങ്ങനെ അജണ്ടകൾ അംഗീകരിക്കാതെ ഈ പദ്ധതിക്ക് പണം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് കേരളത്തെ സഹായിക്കാനാണെങ്കിൽ അവരങ്ങനെ കൊടുക്കണമായിരുന്നു. അങ്ങനെ പണം കൊടുക്കുന്ന ഒരു കേരളത്തോട് വിദ്യാഭ്യാസത്തോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായത് കൊണ്ട് പണം കൊടുക്കുകയായിരിക്കും. ചരടുകളുള്ള ഫണ്ടാണ് എന്നത് ഉറപ്പാണ്. അപ്പോൾ അതിൽ ഒപ്പുവെക്കുമ്പോൾ എന്തായിരിക്കും യഥാർത്ഥത്തിൽ പണം മാത്രമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? 3 കാര്യമാണ്. ഒന്ന്, അങ്ങനെ കേന്ദ്രം കേരളത്തെ സഹായിച്ച ഒരു ചരിത്രമില്ല. ഇപ്പോൾ ദുരന്തം ഉണ്ടായ സമയത്തെങ്കിലും നമുക്കറിയാമല്ലോ അവിടെ രാഷ്ട്രീയം നോക്കാതെ സഹായിക്കും എന്നുള്ളത്. പക്ഷേ ഒരു വലിയ ദുരന്തമുണ്ടായിട്ട് നരേന്ദ്രമോദി നേരിട്ട് വന്ന സംഭവത്തിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് മതിയായ സഹായം കേരളത്തിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തെ സഹായിക്കുന്ന ഒരു സർക്കാരല്ല കേന്ദ്രത്തിലിരിക്കുന്നത്. മറ്റൊന്ന്, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരെ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? ഇനി മൂന്നാമത്തെ കാര്യം, പണം ഇനി എപ്പോഴാണ് കിട്ടുക? സർക്കാരിൻ്റെ അവസാന നാളുകളാണ്. അവസാന നാളുകളിൽ സർക്കാരിന് പണം ലഭിച്ചിട്ട് സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം പണം കിട്ടുക എന്നുള്ളതല്ല. കാരണം ഈ അവസാന നാളുകളിൽ പണം കിട്ടിയാൽ ചിലവഴിക്കാനുള്ള സമയം പോലും ഇല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കേരളത്തിൻ്റെ മതേതരത്വത്തെയാണ് ഈ ബലി കൊടുക്കാൻ പോകുന്നത്. അത് ഏത് നിലക്കും ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറയുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബുവിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.